ആരാണ് ഈ അമ്പലത്തിലെ സ്വർണം പോലും കക്കാൻ മടിയില്ലാത്തവരാണോ ഇതിനെക്കുറിച്ച് പറയുന്നത്? അതുകൊണ്ട് അതൊന്നും നമ്മുടെ മുമ്പിൽ പ്രശ്നമല്ല. പ്രത്യേകിച്ച് CJP മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് കേരളത്തിൽ ഒരു മുന്നണിയായി നിൽക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെയുള്ള പോരാട്ടമാണ്. പ്രത്യേകിച്ച് ഞാനെപ്പോലെ ഒരാളെന്ന നിലയിൽ ഈ അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്ത നിലപാട് RSSനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുന്ന ഒരാളാണ്. ഇന്ന് പോലും എനിക്ക് RSSന്റെ ഒരു കോടതിയിൽ നിന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിന്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ കുറേ തർക്കങ്ങളും മറ്റും നിലനിന്നിരുന്ന ഒരു കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിക്കൊണ്ട് UDF ഇന്നു മുതൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് ശ്രദ്ധേയമായ പല മുഖങ്ങളും ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ കോൺഗ്രസിലും ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികളാണുള്ളത്. വനിതാ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്ന അമൃത രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളത് KPCC അംഗമായിട്ടുള്ള റിജിൽ മാക്കുറ്റിയാണ്. മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഏറെ പരിചിതനായ റിജിലാണ് ആദ്യഘടലായിൽ സിറ്റിംഗ് സീറ്റായിട്ടുള്ള CPMന്റെ സിറ്റിംഗ് സീറ്റായ ആദ്യഘടലായി പിടിച്ചെടുക്കുന്നതിനായിട്ട് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. റിജിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റിജിൽ, ഇതിപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ഒരു പരിചിതമായിട്ടൊരു മുഖം എന്ന് പറയുന്നത്, അതായത് സംസ്ഥാന തലത്തിൽ തന്നെ പരിചിതമായിട്ടുള്ള മുഖം എന്നുള്ള രൂപത്തിലാണ് റിജിലിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ റിജിൽ എങ്ങനെയാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഈ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? തീർച്ചയായിട്ടും പാർട്ടി ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ആദ്യഘടലായി എന്ന് പറയുന്ന ഡിവിഷൻ LDFന്റെ സീറ്റ്. പ്രത്യേകിച്ച് ആ സീറ്റിൽ ജയിക്കാനുള്ള ഒരു വലിയ പോരാട്ടം ഞങ്ങൾ നടത്തും, അത് തിരിച്ചു പിടിക്കും. കാരണം 10 വർഷക്കാലമായി LDFന്റെ കൗൺസിലർമാരാണ് വികസനമെത്താത്ത ആദ്യഘടലായി കോർപ്പറേഷൻ നടപ്പാക്കുന്ന വികസനങ്ങൾ പോലും അവിടെ എത്തിക്കാൻ പറ്റാത്ത ഒരു ജനപ്രതിനിധികളുള്ള ആ ഡിവിഷനകത്ത് ഒരു മാറ്റം ആദ്യഘടലായി ആഗ്രഹിക്കുകയാണ്. അത് UDFലൂടെ ഇത്തവണ അത് തിരിച്ചു പിടിച്ച് കണ്ണൂർ കോർപ്പറേഷനകത്ത് UDFന്റെ ഒരു അംഗം ഉണ്ടാവും. ആ രൂപത്തിലേക്ക് ആ നാട്ടിലെ ജനങ്ങൾ UDF അനുകൂലമാണ്. ഇതിനകത്ത് നമ്മൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നോക്കുകയാണെങ്കിലും പല മേഖലകളിൽ നിന്നുള്ളവരുണ്ട്. നമ്മുടെ പഴയ ഫുട്ബോൾ താരം മത്സരിക്കുന്നുണ്ട്, കിഴുത്തല്ലി ഡിവിഷനാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ ഇത്തവണ വിപുലമായ രൂപത്തിലുള്ള ഒരു ഒരുക്കം UDFന് സാധിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും വളരെ നല്ല മുന്നൊരുക്കത്തോടുകൂടി, വളരെ അവധാനതയോടുകൂടി എല്ലാ തരത്തിലുള്ള തർക്കങ്ങളും പരിഹരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പട്ടികയാണ് UDF പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ ജനങ്ങൾ അത് നെഞ്ചോട് ചേർക്കുന്ന രൂപത്തിലേക്ക് തന്നെ മാറും. വലിയ തരത്തിലുള്ള പോരാട്ടം LDFും കാഴ്ചവെക്കും തോന്നുന്നു. കാരണം അവരും പറഞ്ഞിരിക്കുന്നത് പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കായിട്ട് തന്നെ UDFന് മുന്നിലുണ്ട്. ആരാണ് അഴിമതി ആരോപിക്കുന്നത്? ഈ കേരളം മൊത്തം കട്ടുമുടിക്കുന്ന അതിന് നേതൃത്വം കൊടുത്ത CPMന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിൽക്കുന്ന ആളാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു അഴിമതി നടന്നിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇവർ അന്വേഷിച്ച് പിടിക്കട്ടെ. ഇവരുടെ കയ്യിലല്ലേ സർവ്വസന്നാഹം ഉള്ളത്. ഇത് പുകമറ സൃഷ്ടിക്കാനാണ്. എന്താണ് KK രാഗേഷ് എന്നും എന്താണ് കണ്ണൂരിലെ മേയറെന്നും ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അതൊന്നും ഇവിടെ വിലപ്പോവാൻ പോകുന്നില്ല. ആരാണ് ഈ അമ്പലത്തിലെ സ്വർണം പോലും കക്കാൻ മടിയില്ലാത്തവരാണോ ഇതിനെക്കുറിച്ച് പറയുന്നത്? അതുകൊണ്ട് അതൊന്നും നമ്മുടെ മുമ്പിൽ പ്രശ്നമല്ല. പ്രത്യേകിച്ച് CJP മുന്നണിയാണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് കേരളത്തിൽ ഒരു മുന്നണിയായി നിൽക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെയുള്ള പോരാട്ടമാണ്. പ്രത്യേകിച്ച് ഞാനെപ്പോലെ ഒരാളെന്ന നിലയിൽ ഈ അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എടുത്ത നിലപാട് RSSനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുന്ന ഒരാളാണ്. ഇന്ന് പോലും എനിക്ക് RSSന്റെ ഒരു കോടതിയിൽ നിന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിന്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാടിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ആ രൂപത്തിൽ പ്രത്യേകിച്ച് BJPയും CPMന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവും. അതിനൊന്നും അതിജീവിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി കരുത്തോടുകൂടി അവിടെ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം കൂടിയുള്ളത്, നമ്മൾ PK രാഗേഷ് എന്ന് പറയുന്ന നേരത്തെ കോൺഗ്രസിന്റെ കൗൺസിലർ ആയിരുന്ന ആൾ, കഴിഞ്ഞ തവണത്തെ കൗൺസിലർ ആയിരുന്ന ആളാണ്. ഇത്തവണ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലൊരു ഫാക്ടറായിട്ട് കണ്ണൂർ കോർപ്പറേഷനിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതൊക്കെ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും അതൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് UDFനുണ്ട്. ഏതായാലും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. മറ്റേ ഇതിനകത്ത് ഇപ്പോൾ വാരൻ ഡിവിഷനെ ചൊല്ലിയായിരുന്നു ആദ്യം UDFൽ ഒരു ചെറിയ തർക്കമുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് ആ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് കോൺഗ്രസ് അതിനകത്ത് കടുംപിടുത്തം തുടർന്നു. ഒടുവിൽ ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. വാരൻ ഡിവിഷനിൽ മുസ്ലിം ലീഗ് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തും. KP താഹിർ എന്ന് പറയുന്ന ലീഗിന്റെ സമുന്നതനായ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാവാണ് വാരത്ത് മത്സരിക്കുക. ഏതായാലും 38 ഡിവിഷനുകൾ കോൺഗ്രസും 18 മുസ്ലിം ലീഗുമാണ് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കോർപ്പറേഷൻ ഭരണം നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂരുള്ള UDF നേതൃത്വം. ക്യാമറാമാൻ രാജേഷ് വടയർക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1 കണ്ണൂർ.